ഏതായാലും ബി.ജെ.പി ഒരു മുഖച്ഛായ മാറ്റൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രതിച്ഛായ മാറ്റലിൻ്റെ ഭാഗമായിട്ട് വികസിത കേരള മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത്. അതേസമയം സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ, ഇപ്പോൾ ശശികല ടീച്ചറുടെ ഭാഗത്തുനിന്നാണെങ്കിലും അതുപോലെ ഇപ്പോൾ RSSൻ്റെ പ്രചാർ പ്രമുഖ് NR മധുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളൊക്കെ അതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ ബി.ജെ.പി ആ സമയത്ത് സമ്മർദ്ദത്തിലാവുന്നുണ്ടോ? ശരി, ഇല്ല, സമ്മർദ്ദത്തിലാവേണ്ട കാര്യമല്ല. ബി.ജെ.പി പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ മാത്രമേ ബി.ജെ.പി പ്രതികരിക്കേണ്ടതുള്ളൂ. ഈ രാജ്യത്ത് ഒരുപാട് സംഭവങ്ങളുണ്ടാകും. ആ സംഭവത്തിലെല്ലാം ബി.ജെ.പി പ്രതികരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പല ആളുകൾ പ്രതികരിക്കും. അതിലെല്ലാ കാര്യത്തിലും ഇതിനെ ബി.ജെ.പി അഭിപ്രായം പറയേണ്ട വിഷയങ്ങളിൽ ബി.ജെ.പിയുടെ അഭിപ്രായം പറയും. അത് കൃത്യമായിട്ട് പറയും. നാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ബി.ജെ.പി പ്രതികരിക്കണം. ഈ സൂര്യന് താഴെയുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പറയാൻ അറിവുള്ളവർ ഞങ്ങളാണ് എന്ന ബോധം ഞങ്ങൾക്കില്ല. അത് പറയേണ്ടവർ പല സന്ദർഭത്തിൽ പറയും. ആരെന്തു പറഞ്ഞാലും പറയുന്നതിൻ്റെ കാമ്പെന്താണ് എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ അത്തരം വിഷയങ്ങൾ ബി.ജെ.പി ഏറ്റെടുക്കുന്നില്ല എന്നുള്ളല്ലോ ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ഹിന്ദു ഐക്യവേദിയാണെങ്കിലും RSS ആണെങ്കിലും ഒക്കെ ഈ അടുത്ത കാലത്ത് പല വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു. പലസ്തീൻ വിഷയത്തിലാണെങ്കിലും ഈ വേടൻ്റെ പാട്ടുകളെക്കുറിച്ചാണെങ്കിലും ഒക്കെ പല വിഷയം അതൊന്നും ബി.ജെ.പി ഏറ്റെടുക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ പല RSS ഒക്കെ മുന്നോട്ട് വെക്കുന്ന പല വിഷയങ്ങളും ഏറ്റെടുക്കാൻ ബി.ജെ.പി തയ്യാറായിരുന്നു. പുതിയ നേതൃത്വം അതിനൊന്നും തയ്യാറാവുന്നില്ല. ഞങ്ങളൊരു പുതിയ മാർഗത്തിൽ. അങ്ങനെയല്ല. പുതിയ നേതൃത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. എല്ലാവരും പഴയ ആൾക്കാരല്ലേ. പുതിയ ആരാ വന്നിട്ടുള്ളത്? രാജീവ് ചന്ദ്രശേഖർ പുതിയ ആളെന്നല്ലോ. അദ്ദേഹവും പഴയ ആൾ തന്നെയാണ്. അതെങ്ങനെ പുതിയ ആളാവുന്നത്? അദ്ദേഹം കേരളത്തിന് പുതിയ ആളാവണം. അതൊക്കെ മനസ്സിൽ പറഞ്ഞാൽ. പക്ഷേ അതേ ദീർഘകാലമായി ബി.ജെ.പിക്കകത്തുള്ളതാണ് പ്രശ്നം. ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബി.ജെ.പി ഏറ്റെടുക്കേണ്ട വിഷയങ്ങളൊന്നുമല്ല. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളുണ്ടാകും. അതിനോട് ആളുകൾ പല പ്രതികരിക്കും. സ്വാഭാവികമായിട്ടും ബി.ജെ.പി ഏറ്റെടുക്കേണ്ട വിഷയങ്ങളുണ്ട്. ഇതൊന്നും ഇനി മാത്രമല്ല, ഒരു വിഷയമുണ്ടായി അതിനോട് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളത് ഏറ്റെടുക്കുക എന്നല്ലല്ലോ. എല്ലാവരും അഭിപ്രായം പറയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് വേടൻ്റെ വിഷയം വന്നു. വേടൻ്റെ വിഷയത്തിൽ ഹിന്ദുത്വ സംഘടനകൾക്കൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പറയാൻ അവർക്ക് അർഹതയുണ്ട്. മറ്റുള്ളവർ പറയുന്നതിന് വിരുദ്ധമായിട്ട് പറയാൻ അർഹതയുണ്ട്. ഏത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ വിഷയം അങ്ങനെ ഏറ്റെടുക്കലല്ലോ. അല്ല, ബി.ജെ.പി ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഹിന്ദു ഐക്യവേദിയൊക്കെ അത് ഏറ്റെടുക്കേണ്ട എന്ത് വിഷയം? ഒരു നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയലും ഏറ്റെടുക്കലും രണ്ടും രണ്ടല്ലേ. അതിലെന്താ ഏറ്റെടുക്കാനുള്ളത്? അത് മുഖച്ഛായ മാറ്റലിന്റെ ഭാഗമാണോ, പ്രതിച്ഛായ മാറ്റലിന്റെ ഭാഗമാണോ? അങ്ങനെയൊന്നുമില്ല. മുഖച്ഛായയുടെയും പ്രതിച്ഛായയുടെയും പ്രശ്നമൊന്നുമില്ല. ഒരു ഛായയേ ഉള്ളൂ, ഒറ്റ ഛായയേ ഉള്ളൂ. ആ ഛായ എല്ലാ കാലത്തും ബി.ജെ.പി സ്വീകരിക്കുന്ന സമീപനമാണ്. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന പാർട്ടിയാണ്. അതിൽ ബി.ജെ.പി അഭിപ്രായം പറയേണ്ടടുത്ത് കൃത്യമായിട്ട് പറയും. ഞങ്ങൾ ആരെങ്കിലും പ്രീണിപ്പിക്കാൻ വേണ്ടി അഭിപ്രായം മാറ്റുന്ന പാർട്ടിയല്ല. ഞങ്ങൾ അഭിപ്രായം പറയേണ്ടടുത്ത് പറയും. പക്ഷേ എല്ലാറ്റിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട ഒരു പാർട്ടിയാണ് ബി.ജെ.പി. അഭിപ്രായം പറയണം അങ്ങനെ ഞങ്ങൾക്കില്ല. ഞങ്ങൾ അഭിപ്രായം പറയേണ്ടത് കൃത്യമായി പറയും.